ചില മ്യൂസിക്കുകൾ ഡീമോണിക്കാണ്. ചില മ്യൂസിക്കുകൾ ആസ്വദിക്കുമ്പോൾ, ചില മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ, ചില മ്യൂസിക്കിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ പൈശാചിക സ്വാധീനം മനുഷ്യരുടെ മേലുണ്ടാകും. ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള, ആത്മാവിൻ്റെ ചലനമുള്ള, സ്വർഗത്തിൻ്റെ പ്രൊഡക്ഷനായ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു പാട്ടുണ്ടാവുകയാണെങ്കിൽ, ഒരു കിന്നരം വായന ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത്. ചില ആളുകൾ ആരാധനയ്ക്ക് വരുന്നത് ഒരു മാർക്കറ്റിൽ പോകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോകുന്നത് പോലെയാണ്. അങ്ങനെയല്ല ഭക്തന്മാർ ദൈവസഭയിൽ വരേണ്ടത്. ദൈവസഭയിൽ വരുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു പ്രാർത്ഥനയുണ്ടാകണം. ആ പ്രാർത്ഥന അവരുടെ കഷ്ടതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, കഷ്ടതയിൽ നിന്നും രക്ഷിക്കാനും ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ളതുമായ പ്രാർത്ഥനയല്ല. അതും ഉണ്ടാകാം. പക്ഷെ അതിലുപരിയായി ഞാനിന്ന് കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ, ഞാനിന്ന് കർത്താവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പരിവർത്തിക്കണം, പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിൽ ചലിക്കണം, പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയുടെ നടത്തിപ്പ് ഏറ്റെടുക്കണം എന്നുള്ളൊരു പ്രാർത്ഥന ഭക്തൻ്റെ ഉള്ളിൽ നിന്നും പൊങ്ങി വരണം. പരിശുദ്ധാത്മാവിൻ്റേതല്ലാത്ത ഒരു കാര്യവും സഭയിൽ ദൈവഭക്തന്മാർക്ക്, ദൈവമക്കൾക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. ഉദാഹരണത്തിന് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ പോലും അവിടെ ആത്മാവിൻ്റെ ചലനമുണ്ടാകണം. ദാവീദ് കിന്നരം വായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ശൗലിൻ്റെ മേൽ വന്ന ദുരാത്മാവ് ഓടിപ്പോയി. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ കിന്നര വായനയിൽ ഒരു പ്രത്യേകതയുണ്ട്. അനേകർ ഉണ്ട് കിന്നരം വായിക്കുന്നവർ, പക്ഷേ ആ വായനയിലൊന്നും ദുരാത്മാവ് ഓടില്ല. എന്നാൽ ദാവീദ് വായിച്ചാൽ ദുരാത്മാവ് ഓടും. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് കിന്നരം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനമുണ്ട്, ഒരാത്മാവിൻ്റെ ഒരു ചലനമുണ്ട്, ഒരു ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ദാവീദ് കിന്നരം വായിച്ചാൽ സാത്താൻ ഓടും. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ചില മ്യൂസിക്കുകൾ ഡീമോണിക്കാണ്. ചില മ്യൂസിക്കുകൾ ആസ്വദിക്കുമ്പോൾ, ചില മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ, ചില മ്യൂസിക്കിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ പൈശാചിക സ്വാധീനം മനുഷ്യരുടെ മേലുണ്ടാകും. ചില മ്യൂസിക്കുകൾ പൈശാചികമായും ലൗകികമായും ജഡീകമായും ചിലരെ സ്വാധീനിക്കുന്നതും ആകർഷിക്കുന്നതും ട്യൂൺ ചെയ്യുന്നതുമായിരിക്കും. എന്നാൽ അതില്ലാതെ, ആ പൈശാചികതയില്ലാതെ വെറും സ്കില്ലിൽ നിന്നും വെറും ബുദ്ധിയിൽ നിന്നും ഡെവലപ്പ് ആകുന്ന മ്യൂസിക് പ്രൊഡക്ഷനും ഉണ്ടാകും. എന്നാൽ ഇത് രണ്ടും ദൈവസഭയ്ക്ക് ആവശ്യമില്ല. ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള, ആത്മാവിൻ്റെ ചലനമുള്ള, സ്വർഗത്തിൻ്റെ പ്രൊഡക്ഷനായ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു പാട്ടുണ്ടാവുകയാണെങ്കിൽ, ഒരു കിന്നരം വായന ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത്. ഒരന്തരീക്ഷത്തെ ചിട്ടപ്പെടുത്തുവാൻ ഒരു ആത്മീകന് കഴിയും. ഒരാത്മീകൻ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം വേണം. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആത്മാവിലുള്ള ആരാധനയോടുകൂടെ മ്യൂസിക് വായിക്കുന്നവൻ്റെ ആ മ്യൂസിക്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകും. നമ്മളുടെ ഈ മ്യൂസിക് വായിക്കുന്നവർ, മ്യൂസിക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. നിങ്ങളിത് മനസ്സിലെടുക്കുക. ഞാൻ മ്യൂസിക് വായിക്കുമ്പോൾ ഞാൻ സ്തുതിയോടെ, സ്തോത്രത്തോടുകൂടെ, ആരാധനയോടുകൂടെ മ്യൂസിക് വായിക്കും. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയുള്ള ഒരു മ്യൂസിക് വായനയാണ് വേണ്ടത്. വെറുതെയുള്ള പാട്ട് വേണ്ട, ആത്മാവിൽ പാടുന്ന പാട്ട് വേണം. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പാടുന്ന ഒരു പാട്ട് വേണം. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് മ്യൂസിക് വായിക്കുന്ന വായന വേണം. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് സ്തുതിക്കുന്ന സ്തുതി വേണം. അതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. ബുദ്ധിയിലും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മ നിറവിലും പ്രാർത്ഥിക്കാം. ബുദ്ധിയിലുള്ള പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നാൽ ആത്മനിറവിലുള്ള, പരിശുദ്ധാത്മ സാന്നിധ്യമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലുള്ള ഒരു പ്രാർത്ഥനയിൽ അവിടെ വൻ കാര്യങ്ങൾ സംഭവിക്കും. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, ബലഹീനർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവിൻ്റെ ചലനങ്ങൾ ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ.
പുറമേ കാണുമ്പോൾ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനയാണ്. എന്നാൽ ഇതിനുള്ളിൽ ചില ഘട്ടങ്ങളുണ്ട്. ചിലത് ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്, ചിലത് പിശാചിൽ നിന്ന് വരുന്നതാണ്, ചിലത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. ഇതിനെ വിവേചിക്കുവാനുള്ള ഒരു കണ്ണ് ദൈവമക്കൾക്കുണ്ടെങ്കിൽ ദൈവമക്കൾ ആത്മാവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കും, ദൈവത്തിൻ്റെ കൃപയുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ വിവേചിക്കണം. ഇത് ആത്മാവിലാണോ, ബുദ്ധിയിലാണോ, അല്ല പിശാച് ബാധിച്ചവരിൽ നിന്നുള്ളതാണോ, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നുള്ളതാണോ, പിശാചിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുള്ളതാണോ എന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവാത്മാവിൻ്റെ സ്പർശനമുള്ളിൽ ഉള്ള മക്കൾക്കാണ് അത് തിരിച്ചറിയുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നു, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകനല്ലാത്തവന് അത് വിവേചിക്കാൻ പറ്റില്ല. ആത്മീകനല്ലാത്തവന് ആത്മീകമായി വരുന്ന പ്രൊഡക്ഷൻ്റെ റിസൾട്ടുകൾ ആസ്വദിക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ കഴിയില്ല. അവൻ അത് വേണ്ട എന്ന് തോന്നും. അതിനെ ഏറ്റെടുക്കുവാൻ അവൻ്റെ ഉള്ളം തുറക്കില്ല, അവൻ്റെ ഹൃദയം തുറക്കില്ല, അതിലേക്കൊരു ആകർഷണം അവനുണ്ടാകില്ല. ഹല്ലേലൂയ. ബുദ്ധിയിൽ നിന്നുള്ളത് ദൈവമക്കൾക്ക് ആവശ്യമില്ല. പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നുള്ളതും പിശാചിൻ്റെ ഉൽപ്പന്നങ്ങളും ദൈവമക്കൾക്ക് വേണ്ട. ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവമക്കൾക്ക് വേണം. ഞാനിതെല്ലാം പറയുന്നത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമല്ലോ അല്ലേ? ഓക്കെ. ചിലരെ കാണുമ്പോൾ അയ്യോ ഞാനിത് പറയാൻ പാടില്ലാത്തത് വല്ലതും പറഞ്ഞോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ സഭയ്ക്ക് ആത്മീകമായ ഒരു പരിജ്ഞാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇതിൻ്റെ ഉറവിടം എന്താണ്? ഇത് ഏത് ഉറവയിൽ നിന്നാണ് വരുന്നത്? ഉയരത്തിൽ നിന്നുള്ളതാണോ, ബുദ്ധിയിൽ നിന്നുള്ളതാണോ, പിശാചിൻ്റെ സ്വാധീനമുള്ളതാണോ എന്നുള്ള ഒരു തരംതിരിവ്, എന്നുള്ള ഒരു സെപ്പറേഷൻ, തിരിച്ചറിവ് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ചും കൂട്ടായ്മകളിൽ, ആരാധനകളിൽ, ദൈവികമായ പ്രവർത്തനങ്ങളിൽ ദൈവമക്കൾക്ക് വേണം.